മോളെ പറ്റി പറയുകയാണെങ്കിൽ എങ്ങനെയാണ്? മോള് ശരിക്കും ഇമോഷണൽ ആവുന്നുണ്ട് കേട്ടോ. ടോട്ടല് 3 കുട്ടികളുണ്ട്. അതാ സംഭവം. അമിതായിട്ടുള്ള സന്തോഷമില്ല, അമിതായിട്ടുള്ള ദുഃഖവും ഒന്നിലും ഉണ്ടാവില്ല. ഒരു പേടി വേണ്ട. അപ്പൊ ഷെഫിക്കാണ് ധൈര്യം കൊടുക്കേണ്ടത് കേട്ടോ. ഇത്തേ കണ്ടു കഴിഞ്ഞാ ഇക്കടെ ഉമ്മയെ പോലെ അങ്ങനെ തന്നെ. അമ്മയും മോനും ആണോ, തള്ളക്ക് വേറെ പണില്ലേ, തള്ള അങ്ങനെ തന്നെ. അപ്പൊക്കെ ഞാൻ കടുക്കലും കരച്ചിലൊക്കെ ആയിരുന്നു. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ആദ്യമൊക്കെ ഫസ്റ്റിലൊക്കെ എനിക്ക് ടെൻഷൻ ആവുകയാണ്. ഞാൻ ഈ യൂട്യൂബിലേക്കൊന്നും വരാന്ന് വിചാരിച്ച ഒരാളെ അല്ല. ഏതൊരാളെ ലൈഫിലും ഉണ്ടാവില്ല പറയാൻ പറ്റിയതും പറ്റാത്തതുമായ കാര്യങ്ങൾ. ആദ്യമൊക്കെ എവിടെ പോവാന്ന് പറഞ്ഞാൽ ഷെമി വരൂല, ഞാനില്ലാന്ന് പറയും. എന്റെ പേരെ വരാന് ബുദ്ധിമുട്ടാന്ന് അറിയും. അപ്പൊ ഞാൻ പറയും ഒരു സീനും ഇല്ല, ഇങ്ങോട്ട് പോകാന്ന് അറിയും. ഞാൻ കൊണ്ടുപോകാണ്ട് നിന്ന് കഴിഞ്ഞാൽ അപ്പം മുതൽ ഓക്ക് ഓരോരോ വിഷമങ്ങൾ തുടങ്ങുമല്ലോ. അതിനുള്ളൊരു അവസരം വേറെ ഉണ്ടാക്കിയില്ല എന്നാണ് എന്റെ വിശ്വാസം. അങ്ങനെ തന്നെയാണോ? അങ്ങനെ തന്നെ. എന്നോട് പറഞ്ഞു ഞാൻ എന്റെ സ്വത്തൊക്കെ കണ്ടാണ് കല്യാണം കഴിച്ചതെന്ന് പറഞ്ഞു. ഞാൻ തന്നെ പറയാലോ അതിന് മറുപടി. എനിക്ക് അതിന് അത്രയും സ്വത്തൊന്നുമില്ല. ചെറിയൊരു വീട് മാത്രമേ എൻ്റെ പേരിൽ. എൻ്റെ പേരിൽ എപ്പോഴും ഞാൻ ഷെഫിക്ക് കൊടുത്തിട്ടൊന്നുമില്ല. അപ്പൊ ഷെഫി നല്ലൊരാളാണ്, വേറെ കച്ചറയും കാര്യമൊന്നും ഇല്ലല്ലോ. അപ്പൊ ഒരു ജീവിതം കിട്ടുകയാണെങ്കിൽ നല്ലതായനും. ഏജുള്ള ഒരാളെ കല്യാണം കഴിക്കുമ്പോ സ്നേഹം കൊണ്ട് വേണ്ടാന്ന് പറഞ്ഞ അങ്ങനെ തന്നെ. നിങ്ങളുടെ ലവ് മാരേജ് ആണ്? ലവ് മാരേജ് അല്ല, പക്ഷെ അറേഞ്ച്ഡ് മാരേജ്. ലവ് മാരേജും അല്ല, അറേഞ്ച് മാരേജും അല്ല, പിന്നെ ഇത് ഏത് മാരേജ് ആണ്? എന്റെ പേരെന്താ? ഭയങ്കര സൈലന്റ് ആയിട്ട് ഇരിക്കുക. എന്ത് ക്വസ്റ്റ്യനാ ചോദിക്കുന്ന? അടുത്ത ശരിക്കും പെട്ടിട്ടുണ്ട് ഇതില്. ശരിക്കും നിങ്ങളുടെ ഏജ് എത്രയാ? ഇപ്പൊ ഇവിടെ റിവീൽ ചെയ്യണം. ശരിക്കുള്ള ഏജ് എത്രയാ? അത് മഴവിൽ കേരളത്തിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഒരു കോഴിക്കോടൻ കപ്പിളാണ് കേട്ടോ. ടി ഫാമിലിയിലുള്ള ഷെഫീക്കയും ഷെമിത്തയും ആണ് എൻ്റെ കൂടെ ഉള്ളത്. വെൽക്കം ടു ദ ഷോ രണ്ടുപേർക്കും. താങ്ക് യു. എന്താണ് ഒരു ഉണർവില്ലാത്തത്? ചൂടൊക്കെ അല്ലേ? ടെൻഷൻ ഉണ്ടെന്ന് എനിക്ക് കണ്ടപ്പോ മനസ്സിലായി. ടെൻഷൻ ഉണ്ടോ ശരിക്കും? ടെൻഷൻ ഉണ്ട്. ഫസ്റ്റ് ടൈം ആണല്ലോ. അതെ. അപ്പൊ അതിന്റെ ഒരു ടെൻഷനാണ് രണ്ടുപേർക്കും. രണ്ടുപേരും ചിരിച്ചാണ് ഇരിക്കുന്നത് കേട്ടോ. ഭയങ്കര ചിരിച്ച്. എന്താണ് ചിരിയുടെ ഒരു എന്തോ ഉണ്ട്, ചിരിച്ചിരിക്കുന്ന എന്താ? ടെൻഷൻ മറക്കാണ്ട് ചിരിയാ. അതെ അല്ലേ? ഓക്കെ. അപ്പോ ആദ്യത്തെ ചോദിക്കും നിങ്ങളൊരു ചോദ്യം ചോദിക്കാനുണ്ട്. നിങ്ങളുടെ ലവ് മാരേജ് ആണോ? സബ്സ്ക്രൈബേഴ്സിന് അറിയില്ലേ ശരിക്കും? അപ്പൊ നമ്മളോട് പറയണം, ഇത് ലവ് മാരേജ് ആണോ? ലവ് മാരേജ് അല്ല, പക്ഷെ അറേഞ്ച്ഡ് മാരേജ്. മാരേജും അല്ല, ലവ് മാരേജും അല്ല. അതാണ് ആൾക്കാർക്ക് ഒരു കൺഫ്യൂഷൻ. അല്ല, അത് എനിക്കും കൺഫ്യൂഷൻ ആണ്. ലവ് മാരേജും അല്ല, അറേഞ്ച് മാരേജും അല്ല, പിന്നെ ഇത് ഏത് മാരേജ് ആണ്? എന്റെ പേരെന്താ? ഓക്കെ. ഈ പ്രപ്പോസൽ ആദ്യം വെച്ചതാരാ? ചോദ്യം തന്നെയാണല്ലോ. ഓക്കെ, പെട്ടു. ശരിക്കും പെട്ടിട്ടുണ്ട് ഇതില്. ശരിക്കും പെട്ടിട്ടുണ്ട്. പറ, ആരാ പ്രപ്പോസൽ ആദ്യം വെച്ചത്? ഷെഫിയ വെച്ച് ആണ്. ഞാന് ഒരു സാധനം വെച്ചോളൂ, വലിയ ഓഫറാന്ന് വെച്ചു മനസ്സിലായി. വലിയ ഓഫറൊന്നും അല്ല എന്നുള്ളത്. ഓക്കെ. പക്ഷെ ഹാപ്പിയാണ് അല്ലേ? ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഇത്തിരി നേരമുള്ള നിങ്ങളുടെ ഒരു ഇന്ററാക്ഷൻ കാണുമ്പോൾ തന്നെ അറിയാം ഭയങ്കര ഹാപ്പിയാണ് അങ്ങോട്ടേക്ക്. അപ്പോ അവിടുന്നാണ് ഈ ഒരു ആലോചന വന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോ ചേച്ചിയെ മുന്നേ കണ്ടിട്ടുണ്ടോ? ഓ, മുൻപ് കണ്ടിട്ടുണ്ട്. കൂടുതലും കണ്ടില്ല, 1-2 തവണ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഈ പ്രപ്പോസൽ വന്നത്. പക്ഷെ കമന്റിലൊക്കെ ഒരുപാട് കമന്റ്സ് ഉണ്ട്. അതിനകത്തൊക്കെ പറയുന്നത് എന്താ, ഏജ് ഡിഫറൻസ്. ശരിക്കും നിങ്ങളുടെ ഏജ് എത്രയാ? ഇപ്പൊ ഇവിടെ റിവീൽ ചെയ്യണം. ശരിക്കുള്ള ഏജ് എത്രയാ? അത് ഏജ് എന്താ പറയാത്ത അറിയോ? ഞങ്ങളെ സ്റ്റോറി ചെയ്യണമെന്നുണ്ട്, അപ്പൊ പറയാന്ന് വിചാരിച്ചു. ഓക്കെ. അപ്പൊ സസ്പെൻസ് ആയിട്ട് അവര് വെച്ചേക്കാണ്. നിങ്ങൾ കുറച്ച് സാവകാശം കൊടുക്കുക എല്ലാരും വെയിറ്റ് ചെയ്യും അല്ലേ?
അവര് പറഞ്ഞോളും കേട്ടോ. ഭയങ്കര സൈലന്റ് ആയിട്ടിരിക്കും, എന്ത് ക്വസ്റ്റ്യനാ ചോദിക്കുന്ന, അടുത്ത് എന്തായിരിക്കും വരാന്നുള്ള രീതിയിൽ രണ്ടുപേരും ഭയങ്കര സൈലന്റ് ആയിട്ടിരിക്കുക കേട്ടോ. പക്ഷെ എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയണമെന്നൊക്കെ ഉണ്ട്. ഓക്കെ, ഏജ് ഡിഫറൻസ് നിങ്ങൾ സസ്പെൻസ് ആയിട്ട് വെച്ചേക്കാണല്ലോ. ഓക്കെ, ഞാൻ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുകയാണേ. അപ്പോൾ നിങ്ങളുടെ ലവ് സ്റ്റോറി ഒന്നും നിങ്ങൾ പറയാനായിട്ടൊന്നുമില്ല, നിങ്ങളുടെ കണ്ടെന്നൊക്കെയാണ് പറയുന്നത്. നമുക്കത് വിശ്വസിക്കാനേ പറ്റുള്ളൂ ഗൈസ്, അതുകൊണ്ട് നമ്മളത് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഈ ഒരു മാരേജിലേക്ക് വന്നപ്പം ഒരു എതിർപ്പായിട്ട് എന്തെങ്കിലും ഉണ്ടായിരുന്നോ? എതിർപ്പുണ്ടായിരുന്നു. ആരുടെ ഭാഗത്തായിരുന്നു? രണ്ട് ഫാമിലിന്റെ ഭാഗത്താണ് എതിർപ്പ്. എന്താ പറയാ, രണ്ട് ഫാമിലിന്റെ ഭാഗത്ത് എതിർപ്പ് ആർക്കായാലും ഇത് അംഗീകരിക്കാൻ കുറച്ച് സമയം എടുക്കുമല്ലോ. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു കാര്യങ്ങൾ എതിർപ്പ് ഞാൻ പറയാൻ പറ്റുന്നതല്ല, പക്ഷെ എന്നാലും അത് ഒഴിവാകുന്നതാണ് നല്ലത് എന്നുള്ള രണ്ടാൾക്കും ക്ലാസ് തന്നെ എന്നോടും പറഞ്ഞ് അത് വേണ്ട, കുറച്ച് കഴിയുമ്പം ബുദ്ധിമുട്ടാവും എന്നുള്ളത് എനിക്കും പറഞ്ഞു തന്ന്. ഷെഫിന്റെ വീട്ടിൽ നിന്ന് ഷെഫിക്കും പറഞ്ഞു കൊടുത്തു. ഷെമിത ശരിക്കും ബുദ്ധിമുട്ടായോ? ഇല്ലല്ല, ശരിക്കും ബുദ്ധിമുട്ട് വെച്ചാൽ എല്ലാ ഫാമിലിയിലുള്ള അതല്ലാതെ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്. ഞങ്ങൾക്ക് എല്ലാ കല്യാണവും കഴിച്ചാൽ ചിലപ്പോ ഉണ്ടാകുന്ന ഒരു പ്രശ്നം ഉണ്ടാവില്ലേ, വേണ്ടില്ലായിരുന്നു എന്നുള്ളൊരു തോന്നല്, അത്രേ ഉള്ളൂ. അതിനുള്ള വേറെ സന്തോഷങ്ങൾ വേറെ ഉണ്ടാണ്. ശരിക്കും ഒരു നിങ്ങൾ എടുക്കുന്ന വീഡിയോയ്ക്കുള്ളിൽ മാത്രമല്ല ഒരു ജീവിതം അല്ലേ, അതിന് പുറമെ ഒരുപാടുണ്ട്. പക്ഷെ അത്രയും ആ വീഡിയോയിൽ കാണുന്ന അനുസരിച്ചിട്ട് നിങ്ങൾ ഭയങ്കര എന്താ പറയാ, അങ്ങനെയാണ് ഇങ്ങനെയാന്നൊക്കെ പറയുന്ന കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അവർക്കൊരു മറുപടി ആയിട്ട് പറയുകയാണെങ്കിൽ എന്തായിരിക്കും പറയാ? ബാഡ് കമന്റ്. ഇപ്പൊ ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. സ്ഥിരം വായിച്ചു മടുത്തിട്ടുള്ള ഒരു കമന്റ് ഞാനിപ്പോ പറയാണ്. ഇത്തേ കണ്ടു കഴിഞ്ഞാ ഇക്കടെ ഉമ്മയെ പോലെ ഇരിക്കാനുള്ള ഒരു കമന്റ്, അതിനെ കുറിച്ച് ഇപ്പൊ ഇവിടെ പറഞ്ഞോ, ഒരു പറ്റിയൊരു അവസരമാണ്, എന്താ പറയാനുള്ളത്? എനിക്കൊന്നും പറയാനില്ല, പറയുന്നവരെന്തൊക്കെ പറഞ്ഞ കട്ട് ചെയ്യണേ എല്ലാരും പറഞ്ഞു എന്താ പറയാ, എന്ത് വേണേലും പറയാം. കാരണം ഇപ്പം അവർക്ക് അതിനൊരു മറുപടി ആയിട്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല. ആദ്യമൊക്കെ ഫസ്റ്റിലൊക്കെ എനിക്ക് ടെൻഷൻ ആവുകയാണ്. ഞാൻ ഈ യൂട്യൂബിലേക്കൊന്നും വരാന്ന് വിചാരിച്ച ഒരാളെ അല്ല. അപ്പാണ് ഷെഫിയും സിസ്റ്ററും കൂടിയാണ് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. അപ്പോൾ പിന്നെ ഓളെ കല്യാണമൊക്കെ ആയപ്പോഴാണ് ഞാൻ വരേണ്ട ഒരു സാഹചര്യം വന്നത്. അപ്പോൾ ഫസ്റ്റ് കമൻ്റൊക്കെ അങ്ങനെ തന്നെ, അമ്മയും മോനും ആണോ, തള്ളക്ക് വേറെ പണിയില്ലേ, തള്ള അങ്ങനെ തന്നെ. അപ്പൊക്കെ ഞാൻ കടുക്കലും കരച്ചിലൊക്കെ ആയിരുന്നു. അപ്പൊക്കെ ഇങ്ങനെ പറഞ്ഞു തരാം, എനിക്ക് വേറെ പണിയൊന്നുമില്ലേ, പുറത്തുള്ളവരത് കേട്ട് ഇങ്ങനെ കിടന്നാൽ നമ്മളെ മാർഗമല്ലേ, അങ്ങനെ പറഞ്ഞാണ് അങ്ങനെ പൊലിപ്പ ഞാൻ കമന്റ് നോക്കലേ ഇല്ല. ഷെഫിക്ക് എപ്പോഴേലും നോക്കിയിട്ടുണ്ടോ? അത് നോക്കി ഇങ്ങനെ മീൻസ് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, എപ്പോഴെങ്കിലും ഒരു കമന്റ് ഡിലീറ്റ് ആക്കിയിട്ടുണ്ടോ? ഇത്ത കാണാതിരിക്കാൻ വേണ്ടി ഡിലീറ്റ് ആക്കിയിട്ട് ഏതെങ്കിലും കമന്റ്സ് എപ്പോഴെങ്കിലും ഉണ്ടോ? ഫേസ് കാണും പറയുന്നുണ്ട്. ഓക്കെ ശരി പറയണ്ട. അതെന്താന്നറിയോ, ഞാൻ ടെൻഷൻ ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ കമന്റ് നോക്കാതെ നമുക്ക് റീപ്ലൈ കൊടുക്കേണ്ടി ഉണ്ടാവുമല്ലോ, അത് കൊടുക്കലുണ്ട്, ഞാൻ നോക്കലില്ല. ഒരുപാട് കമന്റ്സ് വരുന്ന സമയത്തെ അത്രയും ഇങ്ങനെ എന്താ പറയാ, അത്രയും ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുള്ള കുറെ കമന്റ്സ് ഉണ്ടാവുമല്ലോ. മീൻസ് കാണുമ്പോ തന്നെ ഭയങ്കര ഇറിറ്റേഷൻ ആയിട്ടുള്ള, പറയാൻ പറ്റില്ല ഒരു കമന്റ് ഒന്ന് പറയാം. ഏറ്റവും കൂടുതൽ എനിക്കൊരു ഇതായിട്ട് ബുദ്ധിമുട്ടായി തോന്നിയ കമന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചോദിച്ചതിനൊന്നുള്ള ഉത്തരം പറയില്ല എന്നുള്ളതാണ്. പക്ഷെ നമ്മള് പറയലുണ്ട് അല്ലേ, ഏതൊരാളെ ലൈഫിലും ഉണ്ടാവില്ല പറയാൻ പറ്റിയതും പറ്റാത്തതുമായ കാര്യങ്ങൾ. ജോർജ് കുട്ടിയാണ്, ഞാൻ ജോർജ് കുട്ടിയാണെന്നല്ല, പിന്നെ പറയുമ്പോ വൃത്തിക്ക് പറയാന്ന് വിചാരിച്ച അത്രേ ഉള്ളൂ. പിന്നല്ലേ മറന്നുപോയി. അതല്ല, അടുത്ത് വന്നൊരു കമന്റ് എന്നോട് പറഞ്ഞു, ഞാൻ എന്റെ സ്വത്തൊക്കെ കണ്ടാണ് കല്യാണം കഴിച്ചതെന്ന് പറഞ്ഞു. അത് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നിട്ടുണ്ട്. അത് ഞാൻ ചോദിക്കാനിരിക്കുകയാണ്, ശരിക്കും അങ്ങനെ പറയുന്ന ആൾക്കാരോട് എന്താ പറയാനുള്ളത്? ഞാൻ തന്നെ പറയാലോ അതിന് മറുപടി. എനിക്ക് അതിന് അത്രയും സ്വത്തൊന്നുമില്ല, ചെറിയൊരു വീട് മാത്രമേ എന്റെ പേരിലുള്ളൂ. അതിന്റെ പേരില എപ്പോഴും, ഞാൻ ഷെഫിക്ക് കൊടുത്തിട്ടോ ഒന്നുമില്ല. ഇനി ഈ ചോദിക്കുന്ന ആൾക്കാരോട് ഒരു ചുട്ട മറുപടി എന്ന രീതിയിൽ
പറയാണ്. അങ്ങനെ നിങ്ങൾ പറയുന്ന അത്രയും സത്തുക്കളൊന്നും ഇവർക്കില്ല എന്ന് അവര് തന്നെ പറയുന്നുണ്ട്. ഇനി ഈ കമന്റ്സ് ഒഴിവാക്കല്ലേ. പുറത്തിറങ്ങുമ്പോഴും ഇതുപോലുള്ള കളിയാക്കൽ ഉണ്ടായിരുന്നോ രണ്ടുപേർക്കും? അതോ ഈ സോഷ്യൽ മീഡിയയിൽ മാത്രം ഒതുങ്ങിക്കൂടിയതാണോ? അതോ പുറത്തിറങ്ങുമ്പോഴും ഇതുപോലുള്ള കളിയാക്കലൊക്കെ ഉണ്ടായിട്ടുണ്ടോ? പുറത്തിറങ്ങുന്ന സമയത്ത് ഇതുവരെ മുഖത്ത് നോക്കിയിട്ട് ആരും കളിയാക്കിയില്ല, പറഞ്ഞിട്ടില്ല. പക്ഷെ അതല്ലാണ്ട് നമ്മളെ ചില പരിപാടികൾക്ക് വിളിക്കാതിരിക്കും, ഫ്രണ്ട്സ് ഉണ്ടാവില്ല, അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും. ഫ്രണ്ട്സിന്റെ കല്യാണം ആയാലും മാരേജ് ആയാലും ഒക്കെ നമ്മളെ ഒഴിവാക്കി നിർത്തും. പിന്നെ അതുപോലെ അങ്ങനെ കുറെ പരിപാടികൾ സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ തള്ളനെ കല്യാണം കഴിച്ചൊക്കെ നടക്കുക അഞ്ഞു അങ്ങനെ ആവണ്ടെന്നൊക്കെ ആയിരിക്കും ഫ്രണ്ട്സിനോടൊക്കെ പറയുന്നുണ്ടാവുക. ഈ ഫ്രണ്ട്സ് എപ്പോഴെങ്കിലും ഇങ്ങനെ എതിർത്തിട്ടുണ്ടോ? ഈ മാരേജ് ഇങ്ങനെ പ്രപ്പോസൽ വെച്ച സമയത്ത് ഫ്രണ്ട്സും ഫാമിലിയും ഏറ്റവും കൂടുതൽ എതിർത്തതാരാ ഷഫീഖേനെ? ഏറ്റവും കൂടുതൽ എതിർത്തത് ഞാൻ പറഞ്ഞില്ലേ, എതിർപ്പ് പറയാൻ പറ്റത്തില്ല. പക്ഷെ എന്നാലും നല്ലതല്ല, കൂടുതൽ ഒന്നുകൂടി ബെറ്റർ ആയിട്ടുള്ള ലൈഫ് വേറെ കിട്ടുന്നൊക്കെ ഫാമിലി പറഞ്ഞിട്ടുണ്ട്. അതല്ലാണ്ട് ഫ്രണ്ട്സും അങ്ങനെ എതിർക്കാൻ എനിക്ക് അത്ര വലിയ ഫ്രണ്ട് സർക്കിൾ ഉള്ള ആളല്ല. ഫാമിലി ഇപ്പം ജോയിന്റ് അല്ലേ? ആണ്. അപ്പൊ ഇപ്പൊ ഫാമിലി ഈ വലിയൊരു യൂട്യൂബറൊക്കെ ആയി നിങ്ങൾ മാറിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ മാറുന്ന സമയത്ത് ഫാമിലി ഇപ്പൊ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടോ രണ്ട് വീട്ടുകാരെയും യൂട്യൂബറൊക്കെ ആയപ്പോഴത്തേക്കും? യൂട്യൂബ് ആയിട്ടാണോ അല്ലെങ്കിൽ ഞങ്ങളെ ഫാമിലി അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്? ഫാമിലി നമ്മൾ എന്നോ യൂട്യൂബർ ആവുന്നതിന്റെ മുമ്പേ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലാണ്ട് ഹാപ്പി ആയിട്ട് പോവാണ്. പിന്നെ ആർക്കാണ് ഷഫീഖ പ്രശ്നം? എന്തൊക്കെയോ പറയണമെന്നുണ്ട് കേട്ടോ, പക്ഷെ ഭയങ്കരമായിട്ട് ഹൈഡ് ചെയ്ത് വെച്ചേക്കാണ്. ഷഫീഖ് നല്ല അങ്ങനെ സസ്പെൻസ് കൊടുക്കണ്ട കേട്ടോ, അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല. എന്താ ഞാൻ ഓപ്പണായിട്ട് പറയുന്നുണ്ട്, ഇതാണ് എല്ലാം പറയണത്. എന്താ വീഡിയോസിലും അതുപോലെ തന്നെയാണ് നിങ്ങൾ രണ്ടുപേരും അല്ലേ സംസാരിക്കാറുള്ളത്? വീഡിയോ എടുക്കുന്ന വരെ എനിക്കായിരിക്കും ടെൻഷൻ. ഓൺ ആക്കിയാ ഞാൻ അങ്ങനെ സംസാരിച്ചു പോണത് ഭയങ്കര ജോളിയായിട്ട് പോകണം. ആരാണ് ഈ യൂട്യൂബ് കൊണ്ടുപോകുന്നത് ശരിക്കും? ആണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ എന്റെ ഭാര്യനെയും കൂടി ഇതിലോട്ട് കൊണ്ടുവരാം എന്ന് വിചാരിച്ചാ, അതോ പെട്ടെന്ന് ഇൻക്ലൂഡ് ആയതാണോ? അല്ല, ഈ യൂട്യൂബ് തുടങ്ങിയപ്പോഴും ചെറിയ സംസാരമൊക്കെ ഉണ്ടായി. ഇവൾ അങ്ങനെ ആയിട്ടാണോ കൊണ്ടുവരാത്തത് എന്നുള്ളൊരു ചോദ്യം. ഇവിടെ ഫ്രണ്ട്സ് ഒക്കെ ഇവിടെ ഫോണിൽ ഒരു മെസ്സേജ് വന്നേ, ഷെമി അന്നെ കൂട്ടാത്ത എന്താണ് യൂട്യൂബില്, ഓന്റെ പെങ്ങളെ മാത്രല്ല കൂട്ടുന്നത്, അങ്ങനെ പറഞ്ഞ ഒരു വോയിസ് ഞാൻ കേട്ട്. ഇവക്ക് അയച്ച വോയിസ് വെള അറിഞ്ഞു. ചിലപ്പോ ആ സംഭവം എപ്പോഴായിരിക്കും വെള അറിയുന്നത്. അതെ, അപ്പൊ നമ്മുടെ ഈ ഇന്റർവ്യൂല് കൊറേ കാര്യങ്ങൾ അറിയാത്ത ആൾക്കാര് ഇപ്പൊ ഫ്രണ്ട് അറിഞ്ഞിട്ടുണ്ടാവില്ലേ? ആ ഫ്രണ്ടിനും ഈ ഞങ്ങള് മൂന്നാൾക്ക് മാത്രം ആ ഫ്രണ്ടിന് ഇപ്പൊ മനസ്സിലായിട്ട് ആ വോയിസ് ഞാൻ കേട്ടുന്നുള്ള കാര്യം വീഡിയോ കേൾക്കുന്നത്. പക്ഷെ ഇവക്ക് അറിയില്ല ഞാൻ ആ വോയിസ് കേട്ട കാര്യം. അത് ഞാൻ കേട്ട് അപ്പൊ അങ്ങനൊന്നല്ല. ഞാൻ പിന്നെ ഇവിടെ കൊണ്ടുവന്നിട്ട് അന്ന് ഞാൻ ഡെലിവറി കഴിഞ്ഞ് ആ ഒരു ടൈം ഡെലിവറി കഴിഞ്ഞ ടൈം. അപ്പൊ എനിക്ക് യൂട്യൂബ് എന്താന്നൊന്നും അറിയില്ലായിരുന്നു. സത്യം പറയാം, ഞാൻ യൂട്യൂബിലെ വീഡിയോസ് ഒന്നും കാണലുമില്ലായിരുന്നു. പിന്നാണ് ഞാന് യൂട്യൂബ് എന്താന്ന് യൂട്യൂബിലെ വീഡിയോസ് ഒക്കെ കാണാൻ തുടങ്ങിയത്. ആണ്. അപ്പൊ തുടങ്ങിയ സമയത്ത് വിചാരിച്ചിരുന്നോ ഇത്രയും കേറി വരും എന്നുള്ള കാര്യം? ഷെഫി പറയൂ നമ്മള് കേറും റെഡി ആവുന്നു. പക്ഷെ എനിക്ക് എപ്പോഴും മൈനസ് ആയിട്ടുള്ള ഒരു മൈൻഡ് തന്നെ ഉണ്ടായത്. പക്ഷെ ഇനി അങ്ങനെ ആ ഒരു മൈൻഡിൽ ഇരിക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങളെ സ്നേഹിക്കുന്ന കുറെ ആൾക്കാരുണ്ട് ഇല്ലേ? നിങ്ങള് എന്താ ബാഡ് കമന്റ് പറയുന്ന കൂടെ നിങ്ങളെ സ്നേഹിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അവരോട് എന്താ പറയാനുള്ളത്? കുറഞ്ഞ ആൾക്കാരെ ബാഡ് കമന്റ് ഇട്ടുള്ളൂ, ഒരുപാട് ആൾക്കാരും സപ്പോർട്ട് ആയിട്ട്, പിന്നെ ഒരുപാട് ആൾക്കാർ പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ട്, മുന്നോട്ട് പോകണം എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. സപ്പോർട്ട് അവരോടൊക്കെ ഒരുപാട് നന്ദി. ഇത്തയുടെ സെക്കൻഡ് മാരേജ് ആന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോ സെക്കൻഡ് മാരേജ് ആണല്ലോ. അപ്പൊ ഇക്കയുടെ ഫസ്റ്റ് മാരേജ് ആണോ? അപ്പൊ അതുകൊണ്ടുള്ള ഇഷ്യൂസ് ആണല്ലേ ഫാമിലിയിൽ? അത് കമന്റിൽ അതും വരുന്നുണ്ട്. ഞാൻ വേറൊരു ഭർത്താവിന്റെ കൂടെ നിൽക്കുമ്പോഴാണ് ഷെഫിന്റെ കൂടെ പോരുന്നതെന്നൊക്കെ. അതൊന്നല്ല, ഞാൻ ഡിവേഴ്സായി 14 വർഷമായി വീട്ടിൽ തന്നെ. ഇതിന് ശേഷമാണ് ഷെഫി കല്യാണം കഴിച്ചത്. അപ്പൊ നിങ്ങക്ക് അതിലൊരു കുഞ്ഞുണ്ടെന്ന് ഇങ്ങനെ അറിഞ്ഞു അല്ലേ? ഐഷുനെ പറ്റി എന്താ പറയാനുള്ളത്? ആണ്, കുഞ്ഞു യൂട്യൂബറായി മാറി. എന്താ മോളെ പറ്റി പറയുകയാണെങ്കിൽ എങ്ങനെയാണ്? മോള് ഇപ്പൊ അടിപൊളിയാണ്. ആണ്. ആൾക്ക് എത്ര വയസ്സുണ്ട്? 2.5 വയസ്സുണ്ട് ആവുകയാണ്. അപ്പൊ ഒരു ഫാമിലി
പൂർണ്ണമായിട്ട് ആയിട്ടുണ്ട്. എന്തോ ഇമോഷണൽ ആയ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ടോട്ടല് 3 കുട്ടികളുണ്ട്. അതാ സംഭവം. ഉണ്ട്. ഓക്കെ, ശരിക്കും ഇമോഷണൽ ആവുന്നുണ്ട് കേട്ടോ. ഓക്കെ, നമ്മളതൊക്കെ ഇട്ടു. ഇനി നമുക്ക് ഒരു ഫാമിലി എന്തായാലും ക്രിയേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പൊ അതില് ഹാപ്പി ആയിട്ടിരിക്കുക, മുന്നോട്ട് പോവാ, ഒരു പേടി വേണ്ട. അപ്പൊ ഷഫീഖാണ് ധൈര്യം കൊടുക്കേണ്ടത് കേട്ടോ. എന്തൊക്കെയോ അപ്പോ ഇനി ഫ്യൂച്ചറിലേക്ക് വന്നു കഴിയുമ്പോ ഈ യൂട്യൂബായിട്ട് തന്നെ പോകാനാണോ ശരിക്കും? നിങ്ങൾ രണ്ടുപേരും എന്താ ചെയ്യണേ? വർക്ക് ചെയ്യാണോ? നമുക്കിപ്പോ ചെറിയൊരു ഓൺലൈൻ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരു ബിസിനസ് ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു. എന്താണ് ശരിക്കും? അത് ഡ്രസ്സിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഡിസൈൻ ചെയ്ത് കൊടുക്കുക. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടിരിക്കുകയാണ്. അതെ, ഓക്കെ. അപ്പോ ഇത്താടെ ഫാമിലിയിലോട്ട് വരുമ്പോ സിസ്റ്ററുമായിട്ട് എങ്ങനെയാണ്? എല്ലാരുമായിട്ട് നല്ലോണം ആയിട്ട് ആണ്. അപ്പൊ എതിർപ്പ് വെച്ച സമയത്ത് ഒരു ഫാമിലിന്ന് എതിർപ്പ് എന്ന് പറഞ്ഞ അധികം എതിർപ്പല്ല പറഞ്ഞോണ്ട് തന്നെ, കാരണം ഷെഫിനെ അത്യാവശ്യം അറിയുന്നതാണ്. അപ്പൊ ഷെഫി നല്ലൊരാളാണ്, വേറെ കച്ചറയും കാര്യമൊന്നും ഇല്ലല്ലോ. അപ്പൊ ഒരു ജീവിതം കിട്ടുകയാണെങ്കിൽ നല്ലതായനും. പക്ഷെ ഓന്റെ ലൈഫും ഓർക്ക് അങ്ങനെ ആയി പോവോന്നുള്ള ഒരു ഏജുള്ള ഒരാളെ കല്യാണം കഴിക്കുമ്പോ സ്നേഹം കൊണ്ട് വേണ്ടാന്ന് പറഞ്ഞ അങ്ങനെ തന്നെ, അല്ലാണ്ട് ദേഷ്യമായിട്ട് ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ നല്ലൊരു മനസ്സുള്ള മനുഷ്യരല്ലേ. ഇതിന്റെ അടിയിൽ എന്തൊക്കെയായിരിക്കും കമന്റ്? നിങ്ങൾ എന്നെ കൊണ്ട് പറഞ്ഞു പറയിപ്പിച്ചു എന്ന് പറയുന്നിട്ട് ടീം വരുമായിരിക്കും കേട്ടോ. അല്ല, ഒരു പ്രശ്നമല്ല, ഹാപ്പിയാണ് എപ്പോഴും. അപ്പം ശരിക്കും ഒരു ബാഡ് കമന്റ്സിനെ എല്ലാം റിക്കവർ ചെയ്ത് കൊണ്ടുവന്ന് ഇപ്പൊ ശരിക്കും അതൊന്നും നെവർ മൈൻഡുള്ള ആൾക്കാരാണ് നിങ്ങൾ രണ്ടുപേരും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് രണ്ടുപേർക്കും മീൻസ് ഹൈഡ് ചെയ്യുന്ന ഒരു കമന്റ്സോ അല്ലെങ്കിൽ ഹൈഡ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിട്ടുണ്ടോ? സോഷ്യൽ മീഡിയയിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങള്? ഇല്ലല്ല, എനിക്കൊന്നും ഉണ്ടായിട്ടില്ല. ഷഫീഖ പറയും. മറച്ചു വെക്കേണ്ട എന്തെങ്കിലും? അതെ, മീൻസ് ഞാൻ ഉദ്ദേശിച്ചത് എന്താ പറയാ, കമന്റ്സ് ആണ് ഉദ്ദേശിച്ചത്. ഷഫീഖ അയ്യോ എന്താന്നൊക്കെ കമന്റ്സ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. എനിക്ക് എന്റെ ലൈഫിലുണ്ടായത് ഷെമിക്ക് ചില കാര്യങ്ങളൊക്കെ കമന്റ്സ് ഒക്കെ ഒഴിവാക്കേണ്ടി വന്നില്ല. ഷെമി എന്ത് കമന്റ്? എനിക്ക് അറിയില്ല. ഇല്ലേ? ഇനിയിപ്പോ ഉണ്ടാവില്ല. ഇല്ലല്ല. ഇല്ലേ? അല്ല, ഇല്ല, ഒന്നും ഉണ്ടായിട്ടില്ല. ഇല്ല. ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഈ കമന്റ്സിനെല്ലാം നിങ്ങൾക്ക് ഒരു മറുപടി പറയണമെന്നുണ്ട്. എന്നാ നിങ്ങൾ എന്തായിരിക്കും പറയാ? മറുപടി പറഞ്ഞില്ലേ, നമ്മളെ ലൈഫ് സ്റ്റോറി ചെയ്യണം എന്ന് ഷോർട്ട് വീഡിയോ ആയിട്ട് ചെറുതായിട്ട് ചെയ്ത് കാണിക്കാന്ന് തന്നെ വിചാരിച്ചു. ഈ ഷോർട്ട് വീഡിയോസിലൊക്കെ ഇടുന്ന ഒരു കമന്റ് കണ്ടാണ്, ഷോർട്ട് വീഡിയോസിലൊക്കെ ഇടുമ്പോൾ ഭയങ്കര റൊമാൻറ്റിക് ആണല്ലോ. ജീവിതത്തിൽ എങ്ങനെ ഉണ്ടോ? ശരിക്കും ജീവിതത്തിൽ റൊമാൻറ്റിക് ആണോ ആള്? ഷെഫി നല്ല റൊമാൻറ്റിക്കാ. എന്താ പറയാനുള്ളത്? ഈ റൊമാൻറ്റിക് വീഡിയോ വെച്ച് പിടിക്കാനുള്ള കണ്ടില്ല, സാമ്പിളാണ്. ഇത് മതി, ഇതിലധികം വേണ്ട. അല്ല, ഈ റൊമാൻറ്റിക് വീഡിയോ ചെയ്യാനുള്ള കാര്യം എന്താ? ഇത് തന്നെ ട്രാക്കിൽ പോവാൻ? അതോ, നമ്മൾ ആദ്യം റൊമാൻറ്റിക് തീരെ ചെയ്യല്ലായിരുന്നു. അപ്പൊ കമന്റിൽ വന്ന് കുറച്ച് റൊമാൻറ്റിക് ഒക്കെ ആവണം എന്നുള്ള കാര്യം അങ്ങനെ ചെയ്ത. ഷഫീഖ കുറച്ച് റൊമാൻറ്റിക് ആവണം എന്നൊക്കെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എനിക്ക് തീരെ ഇഷ്ടല്ല റൊമാൻറ്റിക്. ഞാൻ റൊമാൻറ്റിക് അല്ലാനു. അതുകൊണ്ട് അതിനോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല ആ വീഡിയോസിനോട്. നമ്മളെ ഉള്ളെന്ന് ചെയ്യലാണ്, പുറത്തൊരാൾ നമ്മളെ റൊമാൻറ്റിക് ആയിട്ട് പിന്നെ എന്നോട് പറയുന്നത് വീഡിയോ അല്ലേ, വീഡിയോ ചെയ്ത് കാണിക്കല്ലേ, അപ്പൊ നമ്മൾ എല്ലാ രീതിക്കുള്ള വീഡിയോ ചെയ്യണം, അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഈ വീട്ടിലുള്ള ആരെങ്കിലും മീൻസ് ഫാമിലിന്ന് ആരെങ്കിലും എതിർത്തിട്ടുണ്ടോ യൂട്യൂബിലോട്ട്? നിങ്ങള് അതിപ്പോഴും ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. അതാ നമ്മളെ ബ്ലോഗില് ഞങ്ങൾ രണ്ടാളും ഒരു ഫാമിലി ബ്ലോഗ് എന്ന് പറയുമ്പോ ഒരു വീട്ടിൽ ഉമ്മ ഉണ്ടാവും, എല്ലാരും അടങ്ങിയിട്ടുള്ള ബ്ലോഗ് അല്ലേ ഫാമിലി ബ്ലോഗ് എന്ന് പറയുമ്പോ. പക്ഷെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഷെമി, ഞാന്, ഐഷു, അങ്ങനെ ചെറിയൊരു കാര്യങ്ങൾ മാത്രമല്ല നമ്മൾ കാണിക്കുന്നത്. നമ്മളെല്ലാരും ഉള്ള വീട്ടിലാണ് നിൽക്കുന്നത്. പക്ഷെ
ആ വീട്ടിൽ നിന്ന് ഉണ്ടാകുന്ന വീഡിയോ ഞങ്ങൾ മാത്രമേ ഉണ്ടാവൂ. കാരണം അവർക്കൊന്നും ആർക്കും താല്പര്യം ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് നമ്മൾ ആരെയും അങ്ങനെ വെറുതെ ഇതാക്കല്ല ആണ് അല്ലെ. എല്ലാരും ഇൻക്ലൂഡ് ചെയ്ത് കൊണ്ടുവരാന്ന് വെച്ചാല് പറ്റില്ലാത്ത ഒരു സാഹചര്യമാണ്. ഓക്കെ, ഇത്തരം ഏതെങ്കിലും ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടോ വിഷമിപ്പിച്ച് അത്രയും ഹേർട്ട് ചെയ്തിട്ടുള്ള ഒരു ഇൻസിഡന്റ്? എന്തായിരുന്നു അത്? എന്താ വെച്ചാല് ഫസ്റ്റ് എൻ്റെ അമ്മച്ചിക്ക് സുഖമില്ലായിരുന്നു. ഫസ്റ്റ് ക്യാൻസർ എന്ന് പറഞ്ഞാൽ എന്താണെന്നൊന്നും അറിയില്ല. ആ ഒരു ടൈമിലാണ് അമ്മച്ചിക്ക് ക്യാൻസർ എന്ന് കേൾക്കുന്നത്. പിന്നെ അങ്ങോട്ടൊക്കെ സഹിക്കാൻ തയ്യാറായി. പിന്നെ അങ്ങോട്ടൊക്കെ ഇൻസിഡന്റ് ആണ്, ഒരുപാടുണ്ടായിട്ടുണ്ട്. ഒരുപാട് ഇൻസിഡന്റ് ഉണ്ടായിട്ടില്ല. ഉമ്മയുടെ ആന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോ അതില് ഇപ്പം ഉമ്മയുടെ റിയാക്ഷൻ എന്തായിരുന്നു ഈ മാരേജിലേക്ക് വന്ന സമയം? ഉമ്മ മരിച്ചതിന് ശേഷം കല്യാണം കഴിച്ചത്. ഓക്കെ, അപ്പം ഇത്തയുടെ ഫാമിലി ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എങ്ങനെയാണ് ഫാമിലി ബാക്ക്ഗ്രൗണ്ട്? ഫാമിലി ഉമ്മ ഉപ്പ രണ്ടാളും മരിച്ചുപോയി. രണ്ടാൾക്ക് സുഖമില്ലാണ്ടായി. പിന്നെ 2 കാക്കമാരും 2 താത്തമാരും ഉണ്ടായിരുന്നു. സിബ്ലിങ്സ് ആയിട്ട് അവര് സപ്പോർട്ട് ഉണ്ടായിരുന്നു. സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇപ്പൊ ഷഫീഖയുടെ വന്നു കഴിഞ്ഞാൽ എന്തായിരുന്നു ഫാമിലി എന്നുള്ള ഒരു സപ്പോർട്ട്? ഉണ്ടായിരുന്നു. സപ്പോർട്ടില്ല. ഇപ്പോഴും അങ്ങനെ തന്നെയാണോ? ഇപ്പോഴും തന്നെ സ്റ്റിൽ ഇപ്പോഴും അതുപോലെ തന്നെയാണ്. അപ്പോ എപ്പോഴെങ്കിലും അവരിങ്ങനെ മാറിയിട്ട് വരണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ അവർക്കൊരു സ്ഥാനം ഉണ്ടാവോ? ആര് മാറിയിട്ട് വരുന്നത്? ഫാമിലി കുറച്ചും കൂടി അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് വരുവാണെങ്കിൽ ഫാമിലി ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യും. ഞങ്ങൾ ഇനി അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാനില്ല. ഫാമിലി ഒക്കെ നമുക്ക് ഉണ്ട്. ഇപ്പൊ അക്സെപ്റ്റ് ചെയ്യാത്ത ഫാമിലി ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് അത്ര നിർബന്ധമില്ല. അങ്ങനല്ല പറയുന്നത്. എല്ലാ കാര്യങ്ങൾക്കും ഇങ്ങനെ ചിരിച്ചാണ് ആൻസർ ചെയ്യുക അല്ലേ? ഭയങ്കരമായിട്ടും കൂൾ മൈൻഡ്. എനിക്കറിയാം ഉള്ളിൽ കുറെ വിഷമങ്ങളൊക്കെ ഉള്ള നിങ്ങൾ രണ്ടുപേരും ഒരുപാട് വിഷമങ്ങൾ ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ അപ്പോഴും ചിരിച്ചുകൊണ്ടാണ് എന്നോട് സംസാരിക്കുന്നത്. അപ്പൊ അതൊരു എനിക്ക് നിങ്ങൾ ഫേസ് ചെയ്യുമ്പോൾ തന്നെ അത് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ടെങ്കിലും കുറെ കാര്യങ്ങൾ ഉള്ളിലുണ്ടെന്നുള്ള കാര്യം. ഓക്കെ, വേറൊരു കാര്യം ചോദിക്കാനുണ്ട്. നിങ്ങൾ ഈ ഷോർട്ട് വീഡിയോസ് ഇട്ട് തുടങ്ങിയില്ലേ? അപ്പോ ആരെങ്കിലും റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഇന്ന വീഡിയോസ് ചെയ്യണം അങ്ങനെ? മീൻസ് നിങ്ങളുടെ യൂട്യൂബ് ഫാമിലിയിൽ തന്നെ ചെയ്തിട്ടുണ്ടോ? നമ്മള് ഈ റൊമാൻറ്റിക് ആയിട്ടുള്ള വീഡിയോസ് മതി. റൊമാൻറ്റിക് തന്നെയാണ് അവർക്ക് അതല്ലാതെ വീഡിയോസ് നമ്മൾ ചെയ്യും. പക്ഷെ അപ്പൊ ഒക്കെ പറയൂ ഇത് വേണ്ട. നമ്മള് കുറച്ച് അല്ലാണ്ട് കുറച്ച് അതായത് ഒരു മാസൊക്കെ ആയിട്ടുള്ള ചെയ്യുമ്പോ പറയും ഇത് വേണ്ട, മറ്റേ തന്നെ മതി. അങ്ങനെ പിന്നെ റൊമാൻറ്റിക്കിലേക്ക് തന്നെ പോലെ റൊമാൻറ്റിക് ആണ്. ശരിക്കും ഒരു യൂട്യൂബ് ഫാമിലി ഇത്രയൊക്കെ ആവുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ? ഇല്ല, ഞാൻ വിചാരിച്ചില്ല. ഷെഫി എപ്പോഴും പറയുമായിരുന്നു അല്ലേ? ഷെഫിക്ക് അങ്ങനെ പറയുമായിരുന്നു അല്ലേ? എന്തുകൊണ്ടാണ് ഷെഫിക്ക് അങ്ങനെ തോന്നിയത്? അത് ചെറുപ്പം മുതലേ ഞാൻ മൈനസുമെന്ന് തുടങ്ങുന്നതാണ്. എന്തെന്നെ ആയാലും മൈനസുമെന്നാണ് ഞാൻ കയറി വരുന്നത്. ഒക്കെ എന്ത് രീതിയിലുള്ള ബിസിനസ് ആയാലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയാലും. അപ്പോൾ എനിക്ക് അങ്ങനെ ക്ഷമിച്ചു നിന്നാല് വിജയിക്കും എന്നുള്ള ഉറപ്പൊക്കെയുണ്ട്. അതിനുവേണ്ടി ഏത് ഹാർഡ് വർക്കും ഞാൻ ചെയ്യും. അതെവിടെ വരെയെങ്കിലും എത്തിക്കും. ഞാൻ എത്തിയൊരു സന്തോഷമുണ്ട്. അമിതായിട്ടുള്ള സന്തോഷമില്ല, അമിതായിട്ടുള്ള ദുഃഖവും ഒന്നും ഉണ്ടായിട്ടില്ല. ഓക്കെ, പലരും പറയാറുണ്ട് നിങ്ങൾ എന്തൊക്കെയോ ഹൈഡ് ചെയ്തിട്ടാണ് വീഡിയോസിന്റെ ഫ്രണ്ടിലിരിക്കുന്നത്. നിങ്ങൾ വായിക്കാറുണ്ടായിരുന്നല്ലോ കമന്റ് ഒക്കെ. അപ്പൊ അങ്ങനെ ഒരു കമന്റ് ഉണ്ടല്ലോ. അപ്പൊ അതിനെന്താണ് പറയാനുള്ള? ശരിക്കും അങ്ങനൊന്നുമില്ല. നമ്മളിട്ട് എന്താ ഷെഫ് എന്നെ പറയണ്ടേ, നമ്മള് തെറ്റിയാലൊന്നും ഒരു വീഡിയോ ചെയ്യാൻ കഴിയില്ല. അല്ല, നമ്മൾ തെറ്റിക്കഴിഞ്ഞാൽ ഇഷ്ടമില്ലാത്ത ഒരാളെടുത്ത് ഇങ്ങനെ വീഡിയോ ചെയ്യാൻ പറ്റൂല. എത്ര പൈസ തരാന്ന് പറഞ്ഞാലും ചിലപ്പോ അഭിനയാന്ന് പറഞ്ഞാലും ഉള്ളിലത്തെ സാധനം പുറത്ത് വന്നു എനിക്ക് എന്തായാലും വരും. ഇവിടെ അതിന്റെ ആളാണ്, തീരെ പറ്റൂല. പക്ഷെ നമ്മള് പ്രശ്നമില്ലാന്നും പറയില്ല. ഞങ്ങൾ തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവലുണ്ട്. സ്വാഭാവികമാണ് പ്രശ്നങ്ങൾ ഇല്ലാണ്ടിരിക്കുന്നത്. അല്ലാണ്ട് കുറെ ആൾക്കാർ പറയുന്ന ഒരു പ്രശ്നം ഉണ്ടായാലും ഞങ്ങൾ ഭയങ്കര ഹാപ്പി. അതൊക്കെ ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ലെ? സാധാ ഒരു നോർമൽ ലൈഫ് എങ്ങനെയാണോ അങ്ങനെ തന്നെ ഞങ്ങള്. അതിപ്പോ ഏത് ഫാമിലി ആയാലും അങ്ങനെ തന്നെ അല്ലേ? ചെറിയ പ്രശ്നങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് ഉണ്ടാവില്ലേ? അത്രയൊക്കെ ഉള്ള പ്രശ്നമൊക്കെ ഉള്ളൂ. അപ്പൊ ഇപ്പൊ ഇത്ത പിണങ്ങിയിരിക്കുന്ന സമയത്ത് വീഡിയോ എടുക്കാൻ വിളിച്ചിട്ടുണ്ടോ? പിന്നല്ല അവള് ഞാൻ വീഡിയോ അതല്ല കമന്റ് പറയുമ്പോൾ തന്നെ സംഭവം ശരിയാണ്. ചിലതൊക്കെ ഞാൻ എന്താ ഒന്ന് താണാളോ എന്താ വെച്ചാൽ നാളെ വീഡിയോ എടുക്കുന്നത്
അപ്പൊ എന്നെ കൊണ്ട് കൊറേ കച്ചറ ഒഴിവായുണ്ട് കേട്ടോ. ആണ്. അപ്പൊ നാളെ വീഡിയോ എടുക്കണം എന്നുള്ളത് കൊറേ ക്ഷമിച്ചു തരും. ക്ഷമിക്കുക. പക്ഷെ അതിലേക്ക് വേറെ കാര്യം മനസ്സിലായി. എന്താ അതിന് പറയാ? വേറെ കാര്യം മനസ്സിലായി. എന്ത് വലിയ പ്രശ്നം ഒരാളങ്ങ് താന്ന ആടെ പ്രശ്നമല്ല. അത് ഇല്ല, പ്രശ്നമില്ല. പക്ഷെ നമ്മൾ എന്തിനാണ് നാളെ വീഡിയോ എടുക്കണം എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നതല്ലേ. ക്ഷമിക്കണ. ഓക്കെ. ഇപ്പൊ ഷെഫീക്ക ആണെങ്കില് ഷെഫീക്കയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട 2 ക്വാളിറ്റി എന്താണ്? ഇത്രയ്ക്ക് ഇഷ്ടപ്പെട്ട ഹസ്ബൻഡ് ആവുന്ന രീതിയില്? ഇതന്നെ, പിന്നെ അങ്ങനെ പിണങ്ങൊന്നുമില്ല. കാര്യങ്ങൾ എന്തായാലും അങ്ങോട്ട് പറയാന്നല്ലാണ്ട് കാര്യങ്ങളൊന്നും നമ്മുടെ സൈഡിൽ നിന്നില്ലല്ലേ? എന്തെന്നെ പ്രശ്നം ഉണ്ടെങ്കിലും 2 മണിക്കൂർ കഴിഞ്ഞാൽ വേഗം വന്ന് മിണ്ടു. അതൊരു മൈൻഡ് ഉണ്ട്. പിന്നെ എന്നെ തന്നെ എവിടെ ആണെങ്കിലും കൊണ്ടാനൊന്നും ഒരു കുറവും ഒന്നും വരുത്താതുണ്ടല്ലോ. ഒരു എവിടെ വേണമെങ്കിലും അവള് പറയുന്നത് വെച്ചാൽ അവഗണിക്കുക എന്നുള്ള സംഭവം. അത് ഞങ്ങളുടെ ലൈഫിൽ ഒരുപാട് ഇവളെ അവഗണിച്ചിക്കണ്, ഇന്നെ ഒരുപാട് കാര്യങ്ങളിൽ അവഗണിച്ചിക്കണ്. അപ്പൊ ഈ അവഗണന കിട്ടിയ ഒരാൾക്ക് അറിയാം അതിന്റെ വിഷമം എന്താണ്. അപ്പൊ പിന്നെ ഞാൻ മാക്സിമം ഇനിയിപ്പോ വെളുന്നില്ല, വേറൊരാളായാലും ഒരു ഫ്രണ്ട് ആയാലും ഒറ്റക്ക് നിൽക്കുന്ന ഒരാളോട് ഞാൻ പോയി സംസാരിക്കും. കാരണം എനിക്കറിയാം അവൾ ഒറ്റപ്പെട്ടോലെ കൂട്ടിപ്പിടിക്കാന്ന് അറിയില്ലേ, ആ ഒരു സംഭവം. അത് ഞാൻ വലിയ പുണ്യാളനായിട്ടൊന്നുമില്ലല്ലോ, പക്ഷെ ആ ഒരു വിഷമിക്ക് അറിയാം. എനിക്ക് പേടിണ്ടായിരുന്നു. കാരണം അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഞാൻ അങ്ങനെ ഒന്നിച്ച് പോവുക, കല്യാണത്തിനോ ഒരു പരിപാടിക്കോ ഫംഗ്ഷനൊക്കെ പോകുമ്പോ എനിക്ക് ഇപ്പോഴും കുറവ് പോവാനൊക്കെ. അങ്ങനെ എല്ലായിടത്തേക്കും കൂട്ടിക്കൊണ്ടുപോകും, എല്ലാവരുടെ ഇടയിലും അങ്ങനെ ഉണ്ടല്ലോ, നമ്മളൊരു മാറ്റി നിർത്തിയ അങ്ങനല്ല. ആ 2 സംഭവം എനിക്ക് ഭയങ്കര. ഞങ്ങൾ ആദ്യമൊക്കെ എവിടെ പോവാന്ന് പറഞ്ഞാൽ ഷെമി വരൂല, ഞാനില്ലാന്ന് പറയും. ഓള് പറയും ഓക്ക് ഇതിന്റെ പേരെ വരാന് ബുദ്ധിമുട്ടാന്ന് അറിയും. അപ്പൊ ഞാൻ പറയും ഒരു സീനും ഇല്ല, ഇങ്ങോട്ട് പോകാന്ന് അറിയും. കാരണം ഞാൻ കൊണ്ടുപോകാണ്ട് നിന്ന് കഴിഞ്ഞാൽ അപ്പം മുതൽ ഓക്ക് ഓരോരോ വിഷമങ്ങൾ തുടങ്ങുമല്ലോ. അപ്പൊ അതിനുള്ളൊരു അവസരം വരെ ഉണ്ടാക്കിയില്ല എന്നാണ് എന്റെ വിശ്വാസം. അങ്ങനെ തന്നെയാണോ? അങ്ങനെ തന്നെയാണ്. ഇപ്പൊ പറഞ്ഞു അങ്ങനെ തന്നെയാണോന്നല്ലേ? നാളെ വീഡിയോ എടുക്കാനുള്ള എല്ലാം അഡ്ജസ്റ്റ് ചെയ്തിരിക്കണോ? ഓക്കെ, ശരി, എന്തൊക്കെയാണ് അതെല്ലാം സംഭവിച്ചു. വീഡിയോ ഒന്ന് ആലോചിക്കേണ്ടത് അടിനെ മാറ്റേണ്ടി. അതെ, ഇല്ല, ഷെമീത്തനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ കിട്ടിയ ലൈഫില് ഹാപ്പിയാണ്. നിങ്ങൾ 2 പേരും ഹാപ്പിയാണ്. ഇപ്പൊ നാളെ പറയാം അതെന്താ ഷെഫി ഹാപ്പി അല്ലേ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. ഇപ്പൊ പറഞ്ഞല്ലോ ആദ്യമൊക്കെ പുറത്തോട്ട് പോകാൻ ഭയങ്കര മടിയാണ്. ശരിക്കും ഇങ്ങനെയുള്ള കമന്റ്സ് കേൾക്കണം എന്ന് കേട്ടത് കൊണ്ട് ആണോ ഇത്ത പുറത്തോട്ടൊന്നും പോകാത്തത്? ഡിവേഴ്സായി നിൽക്കുകയാണല്ലോ, അപ്പോഴും നമ്മൾ പുറത്തു പോകുമ്പോ വേറെ കല്യാണം കഴിക്കുന്നില്ലേ, കുട്ടികൾ എന്താക്കും, എന്തേലും ജോലി ഉണ്ടോ, ചെലവിന് എങ്ങനെ കിട്ടുക, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അതൊന്നും എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല അതിന് ചോദിക്കുന്നത്. അപ്പൊ ഞാൻ പൊതുവെ പോവില്ലേനു. കഴിയുന്നു നമുക്ക് സുഖമില്ലാത്തതും കൊണ്ട് അങ്ങനെ നോക്കി ഉള്ളിൽ ഒതുങ്ങി അങ്ങനെ തന്നെ. ഡിവോഴ്സ് ആയ ഒരുവിധം പെണ്ണുങ്ങളൊക്കെ അവസ്ഥ ഒരു പക്ഷെ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. കാരണം പുറത്തൊക്കെ ഇറങ്ങുമ്പോഴേക്കും എന്താ പരിപാടി, ആരാ ചെലവിനിരുന്ന് വേറെ ഒരു കണ്ണിലും കുറച്ചൊക്കെ കാണും. പിന്നെ നല്ലൊരു ഡ്രസ്സ് ഇട്ടൊന്നും നമുക്ക് പുറത്ത് പോയാൽ ഇതെങ്ങനെ വാങ്ങി ഇതെങ്ങനെ കിട്ടി അങ്ങനെയൊക്കെ ഉണ്ടാവില്ല എല്ലാവർക്കും. അതുകൊണ്ട് അതൊക്കെ അങ്ങ് ഒഴിവാക്കി ഫുൾ പർദ്ദയിൽ അങ്ങ് ഒതുങ്ങിയതായിരുന്നു. പർദ്ദയിലൊക്കെ ഒതുങ്ങിയ ഒരാള് കൊണ്ടുവന്ന ഒരാളാണല്ലേ ശരിക്കും. അതിന്റെ ഉള്ളിൽ കൊണ്ടുവന്നാരാ? ഷെഫി എന്നാ ആണോ? പർദ്ദന്ന് വെച്ചാല് എനിക്ക് പർദ്ദ അങ്ങനെ ഞാൻ പോണില്ലല്ലോ. അത്യാവശ്യം ഒരു കല്യാണത്തിനൊക്കെ അടുത്ത കുടുംബത്തിലൊക്കെ പോവാന്നല്ലാതെ കൂടുതൽ കല്യാണം. അല്ല, നമ്മളിപ്പോഴും ഈ നൂറ്റാണ്ടിൽ ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ടോ എന്നാണ് എന്റെ ഒരു ഡൗട്ട്. കാരണം എന്ന് വെച്ചാല് കുറെ ആയില്ലേ, 14 വർഷം അങ്ങനെ കഴിഞ്ഞു. പിന്നെ ഇപ്പൊ നമ്മളെ കല്യാണം കഴിഞ്ഞിട്ട് 4 വർഷമായി. അല്ല, അവർക്കുള്ള മറുപടി വേണമെങ്കിൽ ഇപ്പൊ കൊടുത്തോളൂ. കാരണം കല്യാണം കഴിഞ്ഞ് വിധവയായ സ്ത്രീകൾ ഒരിക്കലും എന്താണ് അവരും മനുഷ്യരാണ്, അവർക്കും അവരുടേതായ ഇഷ്ടങ്ങളിൽ ജീവിക്കാം. അതിപ്പോ എല്ലാ എന്താണ് സൊസൈറ്റി അങ്ങനെ ആയിപ്പോയതിൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ ഹസ്ബൻഡ് എന്ന നിലയ്ക്ക് പുള്ളി വന്നതോടെ ഒരു ഡിഫറെന്റ് ഒരുപാട് മാറ്റം. ഓക്കെ.